കേരളത്തിലെ വനമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വനമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പീച്ചി, കോന്നി, ഗവി, മറയൂർ. ഓപ്ഷൻ സി ഗവി. ഗവിയിലാണ് കേരളത്തിലെ വനമ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം സ്വദേശാഭിമാനി, രാജ്യസമാചാരം, മലയാള മനോരമ, മാതൃഭൂമി. ഓപ്ഷൻ ബി രാജ്യസമാചാരം. കടൽത്തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല. കടൽത്തീരമില്ലാത്തതും അന്യസംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല. ഓപ്ഷൻ ഡി കോട്ടയം. ഗതാഗതം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഗതാഗതം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇവ ഒന്നുമല്ല. ഓപ്ഷൻ സി തൃതീയ മേഖല. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാം ഭാഗത്തെ വിശേഷിപ്പിച്ചത് ആര്? ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, ജവഹർലാൽ നെഹ്റു, ബി എൻ റാവു. ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ. ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ. ബജറ്റ് രേഖകൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി കേരള ധനകാര്യ വകുപ്പ് തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ. നവകേരള ബജറ്റ്, ഗ്രീൻ ബജറ്റ്, മലബാർ ബജറ്റ്, കേരള ബജറ്റ്. ഓപ്ഷൻ ഡി കേരള ബജറ്റ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, എഡിസൺ, മൈക്കിൾ ഫാരഡേ. ഓപ്ഷൻ ബി ഐസക് ന്യൂട്ടൺ. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദം. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദം. അൾട്രാസോണിക്, ഇൻഫ്രാസോണിക്, സബ്സോണിക്, സൂപ്പർസോണിക്. ഓപ്ഷൻ എ അൾട്രാസോണിക്. ബ്രാസ് ഏത് ലോഹങ്ങളുടെ സങ്കരമാണ്? ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പ്, ഇരുമ്പ്, ചെമ്പ്, ടിന്ന്, ചെമ്പ്, അലുമിനിയം, ചെമ്പ്, സിങ്ക്. ഓപ്ഷൻ ഡി ചെമ്പ്, സിങ്ക്. ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം. ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം. വെള്ള, മഞ്ഞ, നീല, ഓറഞ്ച്. ഓപ്ഷൻ സി നീല. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ച്? തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ച്? യർവാദ ജയിൽ, സബർമതി, ആഗാഖാൻ കൊട്ടാരം, തിഹാർ ജയിൽ. ഓപ്ഷൻ സി ആഗാഖാൻ കൊട്ടാരം. രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ശ്രീമൂലം തിരുനാൾ, റാണി സേതുലക്ഷ്മി ഭായ്, പാർവതി ഭായ്, ശ്രീ ചിത്തിര തിരുനാൾ. ഓപ്ഷൻ ബി റാണി സേതുലക്ഷ്മി ഭായ്. 3 ദിവസത്തെ തമാശ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാര്? 3 ദിവസത്തെ തമാശ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചതാര്? ബാലഗംഗാധര തിലക്, ഡഫറിൻ പ്രഭു, കഴ്സൺ പ്രഭു, എ കെ ദത്ത. ഓപ്ഷൻ ഡി എ കെ ദത്ത. സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്?
സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ആര്? ഗാന്ധിജി, മദൻ മോഹൻ മാളവ്യ, ആനി ബസന്റ്, മാഡം ഭിക്കാജി ഗാമ. ഓപ്ഷൻ സി ആനി ബസന്റ്. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം, പാലക്കാട് ചുരം, പേരമ്പാടി ചുരം, ആര്യങ്കാവ് ചുരം. ഓപ്ഷൻ ഡി ആര്യങ്കാവ് ചുരം. നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. നാവികരുടെ പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. സ്കർവി, മലേറിയ, പ്ലേഗ്, ബെറിബറി. ഓപ്ഷൻ എ സ്കർവി. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അലഹബാദ് ഹാൽഡിയ, സാദിയ ധൂബ്രി, കാക്കിനഡ പുതുച്ചേരി, കൊല്ലം കോഴിക്കോട്. ഓപ്ഷൻ സി സാദിയ ധൂബ്രി. താഴെ തന്നിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള പയർ വിത്തിനം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള പയർ വിത്തിനം ഏത്? സമൃദ്ധി, അനഘ, ലോല, സൂര്യ. ഓപ്ഷൻ സി ലോല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കർണാടക, പഞ്ചാബ്. ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകളിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകളിൽ പെടാത്തത്. പരുത്തി, എള്ള്, ഗോതമ്പ്, റാഗി. ഓപ്ഷൻ സി ഗോതമ്പ്. പൂർവഘട്ടവും പശ്ചിമഘട്ടവും സന്ധിക്കുന്ന സംസ്ഥാനം. പൂർവഘട്ടവും പശ്ചിമഘട്ടവും സന്ധിക്കുന്ന സംസ്ഥാനം. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ബി തമിഴ്നാട്. മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ, ഹോക്കി, ലോങ് ജമ്പ്, ക്രിക്കറ്റ്. ഓപ്ഷൻ സി ലോങ് ജമ്പ്. 2024 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് വേദിയാകുന്ന നഗരം. 2024 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയ്ക്ക് വേദിയാകുന്ന നഗരം. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ന്യൂഡൽഹി. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. 2023 നവംബറിൽ സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ വനജ്, ഓപ്പറേഷൻ സുശക്തി, ഓപ്പറേഷൻ കിരൺ, ഓപ്പറേഷൻ മിന്നൽ. ഓപ്ഷൻ എ ഓപ്പറേഷൻ വനജ്. ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്? ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്? 48, 50, 49, 51. ഓപ്ഷൻ ബി 50.